ഹലോ, ഈസി സീനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം നാദിർഷ ഡയറക്റ്റ് ചെയ്യുന്ന പടം. അർജുൻ അശോകൻ, മുബിൻ ഒക്കെയാണ് പടത്തിന്റെ ലീഡ് റോള്. റാഫി മക്കാഡിലെ റാഫിയാണ് പടം എഴുതിയിട്ടുള്ളത്. റാഫി സാറിന്റെ മകനാണ് മുബിൻ എം റാഫി. പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. ഷൈൻ ടോം ചാക്കോ, ജോണി ആന്റണി, ദേവിക സഞ്ജയ് അങ്ങനെ ആൾക്കാരാണ് ലീഡ് റോള് വന്നിട്ടുള്ളത്. അപ്പോൾ വൺസ് അപ്പോൺ ടൈമിന് ടീസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടു നോക്കാമെന്ന് പറഞ്ഞതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പം ട്രെയിലർ കാണുന്നതിന് മുന്നേ ഹെഡ്സെറ്റ് വെക്കാൻ മറന്നുപോയി. സെറ്റ് മോനെ, അപ്പോൾ ട്രെയിലർ കാണാം. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. ടെൻഷനില്ല. ഇന്നലെ കാണിച്ച കൊച്ചില്ലേ, എനിക്ക് അച്ഛനെ ഇഷ്ടായി. നീ നോക്കിട്ടെ നിന്റെ അഭിപ്രായം പറയട്ടാ. ആള് നല്ലൊരു പോലീസുകാരൻ, കാണാനും നല്ല ഹാൻസം. എന്ത് കേസാണോ കോളേജ് പിള്ളേർക്ക് കൊക്കാൻ പറ്റപ്പോ പൊക്കിയതാ സാറേ? അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കും. വളരെ തന്ത്രപരമായിട്ടാണ് ഞാൻ അവരെ പിടികൂടി. എന്റെ കാറിന്റെ ഞാൻ അടിച്ചോളാം. ആ വീഡിയോ ഡിലീറ്റ് ചെയ്തോ. അല്ല, നീ എന്താ ഇവിടെ? ഞാനും അവനെ കാണാൻ വന്ന ഷുക്കൂറിന്. ആരെ? ഷുക്കൂർ, ഈ ഷിപ്പിലെ ക്യാപ്റ്റൻ. എടി, ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ച് എന്തിനാന്ന് എനിക്കറിയാം. നിനക്ക് കാശുണ്ടാക്കാൻ. അവള് പണ്ടേ ഇവനെ തേച്ചിട്ട് പോയതാ, എന്നിട്ട് ഇപ്പോഴും നടക്കണേ അവർക്ക് വേണ്ടി പിടികൊടുക്കാനായിട്ട്. ഈ UK സ്റ്റുഡൻസിന്റെ ഇടയിൽ ഡ്രഗ്സ് ഉപയോഗം ഭയങ്കര കാര്യമായിട്ടുണ്ടെന്ന് കേൾക്കണ്ടല്ലോ, ശരിയാണോ? അപ്പൊ പറ, എന്താ സംഭവം? ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്. What do you think about his missing? ചെവിന്നുള്ളൊരു ഒച്ചയുണ്ട്, പോണില്ല. ഞാനൊന്ന് ആശുപത്രിയിൽ പോകട്ടെ. അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. കാറ് മേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അതിനാരാ പേടിച്ച? ഒന്ന് പോടാ. കൊച്ചിയിൽ മലവെള്ളം പോലെയാണ് ഇപ്പോൾ ഡ്രഗ്സ് എത്തുന്നത്. അത് കോളേജും താണ്ടി സ്കൂളും എത്തി. അതെനിക്ക് അവസാനിപ്പിക്കണം. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ ഓക്കെയാണ് സാർ. പിന്നെ സാറേ, ഈ യൂത്തിനെ വഴിതെറ്റിക്കുന്ന ഡ്രഗ് മാഫിയയുടെ കാര്യങ്ങൾ മതി. കൂടുതൽ നന്മ വരാൻ നിൽക്കണ്ട. പടം വരട്ടെ. ഡ്രഗിനെയൊക്കെ പറ്റിയാണ് പടം. റാഫിയുടെ കഥയല്ലേ, കോമഡിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര സുഖിച്ചില്ല. ഒരു സുഖമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ തോന്നിയതാണ്. വേറെ ആൾക്കാർക്ക് പലതും തോന്നാം. അപ്പം ഇതാണ് എൻ്റെ റിയാക്ഷൻ. പടം വരട്ടെ.